ആനന്ദകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അനന്തൻ, 2018-ലും 2019-ലും ഒക്കെ നമ്മൾ സമാനമായ സാഹചര്യങ്ങളെ നേരിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇത്രയും വർഷം പിന്നിട്ട് പോന്നിട്ടും അതേ പ്രശ്നങ്ങളിലൂടെയൊക്കെ തന്നെ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ഇത് നേരിടാനുള്ള പദ്ധതികൾ, ഇപ്പോഴത്തെ പ്രളയത്തെ എങ്ങനെ നേരിടും, ഈ രണ്ട് കാര്യങ്ങളും വിശദീകരിച്ചത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് പോക്ക് എങ്ങനെ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശ്രീജ, മഴ ദുരിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനൊപ്പം തന്നെ ധനസഹായം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സാധാരണ ഗതിയിൽ ഇത്തരം വെള്ളപ്പൊക്കവും പ്രളയവുമൊക്കെ വന്നാൽ നൽകുന്ന സഹായത്തിന് പുറമെ ഇന്ന് പ്രധാനമായി രണ്ട് കാര്യങ്ങളിലാണ് സർക്കാർ പുതുതായി തീരുമാനമെടുത്തത്. അതിലൊന്ന്, വീടുകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം താൽക്കാലികാശ്വാസമായി നൽകാനും, അതിനൊപ്പം തന്നെ കടകളിൽ വെള്ളം കയറി വ്യാപാരികൾക്ക് 10,000 രൂപ വെച്ച് നൽകാനും. ഇത് രണ്ടും പുതിയ ധനസഹായമാണ് എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ വീടുകളിൽ വെള്ളം കയറുന്നവരുടെ കാര്യത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്, വീടുകളിൽ വെള്ളം കയറിയവർക്ക് മാത്രമാണ് ഈ 10,000 രൂപ നൽകുന്നത്. അതല്ലാതെ വെള്ളം കയറാതെ ക്യാമ്പുകളിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അങ്ങനെ 10,000 രൂപ നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായ വിലയിരുത്തൽ നടത്തിയ ശേഷം മാത്രമേ ഈ ധനസഹായം നൽകൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് നിലവിൽ ഈ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ സംസ്ഥാനം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിലൊക്കെ വന്ന കാര്യങ്ങൾ, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് റൂം ഫോർ റിവർ അടക്കമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായില്ല എന്ന് പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അടുത്ത മൺസൂണിന് മുൻപ്, അടുത്ത മഴക്കാലത്തിന് മുൻപ് സംസ്ഥാനത്ത് വിപുലമായ ഒരു ദുരന്ത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പോവുകയാണ്. AI സാങ്കേതികവിദ്യ അടക്കം ഇതിനായിട്ട് ഉപയോഗിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡാമുകളിലെ ചെളിയും മണലും നീക്കം ചെയ്യുക, അതുപോലെ നദികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വേഗത്തിൽ, ഇപ്പോൾ ഈ ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കെടുതിയിൽ അതിജീവിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനൊപ്പം തന്നെ വിവാദ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. അതിൽ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ചില വൈരുദ്ധ്യങ്ങൾ ഇന്നത്തെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അദ്ദേഹം ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഈ ഒരു നിക്ഷേപ സംഘത്തെ കാണാൻ അത്യാവശ്യമായി കൊച്ചിയിലേക്ക് പോയി എന്നുള്ളതാണ്. എന്നാൽ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരാണ് നിക്ഷേപകർ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആരാണ് നിക്ഷേപകർ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പകരം അദ്ദേഹം സൂചിപ്പിച്ചത്, ഞാൻ ഉള്ളതുകൊണ്ട് കാണാം എന്ന് അവരെ അറിയിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. എന്നാൽ അതിൽ വിശദമായ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പുതിയ പ്രതികരണം, തമിഴ്നാട് മന്ത്രിയുടെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, കൃത്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, മുഖ്യമന്ത്രി തല ചർച്ചയ്ക്കാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. വിശദമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് MV ഗോവിന്ദന്റെ പുനർജനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിനാണ്. അതിന് അദ്ദേഹം പറഞ്ഞത്, പുനർജനിയുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചിറ്റ് നൽകിയത് ഈ സർക്കാരിന്റെ കാലത്തല്ല വിജിലൻസ്. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് 2 തവണ തന്റെ ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ട ശേഷം ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്ന് ആണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. താൻ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ സർക്കാർ പുനർജനയിൽ അന്വേഷണം നടത്തിയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വിജിലൻസ് അപ്പോൾ തന്നെ ക്ലീൻ ചിറ്റ് നൽകിയതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2 വിജിലൻസ് ഡയറക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചിറ്റാണ്. അതായത് PC ആക്ട് എനിക്കെതിരെ ഈ അലിഗേഷൻ അന്വേഷിച്ചതിൽ നിൽക്കില്ല എന്ന് ഒരു വിജിലൻസ് ഡയറക്ടർ. അപ്പോൾ പറഞ്ഞു FCRI അന്വേഷിക്കാൻ പ്രകാരം തീർക്കരുതല്ലേ, ഞാൻ പ്രതിപക്ഷ നേതാവാണല്ലോ, തീർക്കരുതല്ലേ, FCRI വയലേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു FCRI വയലേഷനും ഇല്ലെന്നും പറഞ്ഞ് രണ്ടാമത്തെ വിജിലൻസ് രണ്ട് വിജിലൻസ് ഡയറക്ടർമാരെ ഞാൻ സ്വാധീനിച്ചെന്ന് പറയരുത്. രണ്ടാമത്തെ വിജിലൻസ് ഡയറക്ടർ രണ്ടാമത് FCRI അന്വേഷണം നടത്തി. FCRI നിലനിൽക്കില്ല, ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ ആ റിപ്പോർട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു പുകമറ ഉണ്ടാക്കി എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. അനന്തൻ, പേടിച്ചുപോയെന്ന് പറഞ്ഞേക്കെ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ വളരെ ഒരുപാട് ഉപയോഗിക്കപ്പെട്ടതാണ്. അതിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കെ വിശദീകരണം നൽകുന്നത്. തീർച്ചയായിട്ടും ശ്രീജ, അന്ന് ഈ വിജിലൻസ് ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. അന്ന് തന്നെ അതിനകത്ത് ക്രമക്കേടുകളൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനുശേഷം രണ്ടാമത് അത് വീണ്ടും വിജിലൻസിനെ കൊണ്ട് പരിശോധിപ്പിച്ച് FCRI ലംഘനം നടന്നിട്ടില്ല എന്ന് രണ്ടാമത്തെ വിജിലൻസ് ഡയറക്ടറും റിപ്പോർട്ട് നൽകി. എന്നിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു CBI അന്വേഷണത്തിന് പോകാനുള്ള സാധ്യതകൾ കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചു. പക്ഷേ അതിന് CBI അന്വേഷണം, വിജിലൻസ് തള്ളിയ അല്ലെങ്കിൽ അന്വേഷണം തള്ളിയ ഒരു കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് സാധ്യതയില്ല
എന്ന നിയമോപദേശവും ലഭിച്ചു. എന്നാൽ ഇതെല്ലാം പൂഴ്ത്തിവെച്ചുകൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തനിക്കെതിരെ ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് നടന്നത്. പക്ഷേ ആ വാക്ക് താൻ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല എന്നുമാണ് സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ UDF സർക്കാർ വന്ന ശേഷമല്ല തനിക്ക് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ക്ലീൻ ചിറ്റ് നൽകുന്നത്. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ മുൻകാലങ്ങളിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ടിൽ വിശദമാക്കുന്നത് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് വിജിലൻസ് പുനർജനിയിൽ ഈ ക്ലീൻ ചിറ്റ് തനിക്ക് നൽകിയത്. അതിലിപ്പോൾ LDF പറയുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിനൊപ്പം തന്നെ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദമായ കാര്യങ്ങൾ വിശദമായി തന്നെയാണ് പറഞ്ഞത്. ആ പദ്ധതി എങ്ങനെയാണ് നടപ്പാക്കിയത്, എങ്ങനെയാണ് അതിൻ്റെ ഫണ്ട് പിരിവുകൾ നടന്നത് അദ്ദേഹം പറഞ്ഞത്. അതിന് ഒരു പ്രത്യേക അക്കൗണ്ടൊന്നുമില്ലായിരുന്നു. കൃത്യമായ ബെനിഫിഷ്യറികളെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന നടപടികൾ മാത്രമാണ് MLA-യുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിൽ സ്പോൺസർമാർ നേരിട്ട് ഗുണഭോക്താക്കളുമായിട്ടാണ് ഇതിൻ്റെ ഇടപാടുകൾ നടത്തിയത്. പ്രത്യേകിച്ച് വീട് പണിയുന്നതായാലും അതുപോലെ തന്നെ സാധനങ്ങൾ നൽകുന്ന കാര്യത്തിലായാലും അതൊക്കെ ഗുണഭോക്താക്കളും ഒപ്പം തന്നെ ഈ സ്പോൺസർമാർ നേരിട്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് മറ്റേതെങ്കിലും ഫണ്ട് പിരിവോ ഫണ്ട് സമാഹരിക്കുന്ന രീതിയോ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം അതിൻ്റെ രീതികളൊക്കെ വിശദീകരിക്കുകയും ചെയ്തു. അതൊരു മാതൃകയാക്കാവുന്ന നടപടി എന്ന രീതിയിലാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വിവാദ വിഷയങ്ങളിൽ കൃത്യമായ ഇപ്പോൾ കേട്ട കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിൽ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിൽ ഒരു വൈരുദ്ധ്യമുള്ളത്. ശ്രീജ.